മിനിസ്ട്രി എന്നവരെല്ലാം ഓർക്കണം, പിശാചിൻ്റെ തന്ത്രം വ്യത്യസ്തമായ നിലയിലാണ്. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപത്തിലൂടെ സാത്താൻ കയറി മിനിസ്ട്രി മാത്രമല്ല ജീവിതത്തെയും തുലച്ചു കളയും. അത് വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം, വളരെ പ്രാർത്ഥിക്കണം, വളരെ മാതൃകാപരമായി ജീവിക്കണം, വളരെ ഭയത്തോടും വിനയത്തോടും കൂടി ജീവിക്കണം. ചിലപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളിൽ നിഗളമുണ്ടാകുന്നവരാണ്. ഞാൻ പാപം ചെയ്യുന്നില്ല, ഞാൻ വിശുദ്ധനാണ്, ഞാൻ ത്യാഗിയാണ്, ഞാൻ കർത്താവിന് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കുന്നു, അവനും ഇവനും ചെയ്യുന്നില്ല, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു നിഗളം നമുക്ക് മതി പിശാചിന് കയറുവാനായിട്ട്. ഇതൊക്കെ നമ്മൾ ഭയത്തോട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ കൂടുതലായി 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 പ്രാർത്ഥിക്കണം, ഭയപ്പെടണം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്. മത്തായി 7:23 മുതലുള്ള വാക്യങ്ങളിൽ യേശു പറയുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുക. അന്നാളിൽ പലരും എൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പറയും. ഞാൻ അവരോട് തീർത്ത് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും. മിനിസ്ട്രി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ പോലും തുലച്ചു കളയുന്ന പരിപാടിയാണ്. ഓർത്തിരിക്കുക, ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേല പറഞ്ഞ് അനീതിയും അക്രമവും പണം ഉണ്ടാക്കിയും തട്ടിപ്പുണ്ടാക്കിയും തന്ത്രം ഉണ്ടാക്കിയും ഒക്കെ നടത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം നരകത്തിൽ പോകും. അവരൊരു വിശ്വാസിയായിരുന്നിരുന്നെങ്കിൽ കർത്താവിന് സ്വർഗത്തിലേക്ക് പോയാൽ. ഇത് വളരെ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കറിയാം, വളരെ ഭക്തന്മാരായിട്ട് ഇരുന്ന പല ആൾക്കാരും ഓരോ മിനിസ്ട്രിയിലേക്ക് ചെന്ന് ചാടിയിട്ട് പിന്നെ ആ മിനിസ്ട്രി നിലനിർത്താനും അതിനെതിരായി നിൽക്കുന്നവരെ ഒതുക്കാനും പിന്നെ ആ സ്ഥാനങ്ങൾ നിലനിർത്താനും അതിൻ്റെ പണപരമായ കാര്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒത്തിരി പേര്. ഒരാടൊക്കെ 100 ആടായ ചരിത്രങ്ങളുണ്ട്. ഒറ്റ ആടേ ഉള്ളൂ. ആടിനെ കൊടുക്കുക, അതൊരു മിനിസ്ട്രിയാണ്. ആടിനെ കൊടുക്കുന്ന ഒരു മിനിസ്ട്രി. ഒരാൾക്ക് കൊടുത്തു, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു, അതേ ആട് തന്നെ അടുത്ത ആടിനെ കൊടുത്തു. 100 പേർക്ക് ആടിനെ കൊടുത്തു, ഒരൊറ്റ ആടേ ഉള്ളൂ. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞപ്പോൾ ആടിനെ കൊണ്ടുപോയി ഇനി അടുത്ത ആളുകൾ കൊടുക്കുക. സായിപ്പ് കാശ് കൊടുത്ത് കാണും, പക്ഷേ കർത്താവിൻ്റെ വരവിൽ പോകൂ. നഷ്ടപ്പെട്ടു പോയില്ലേ? ഈ ആട് മിനിസ്ട്രിക്ക് പോകാതെ ചുമ്മാ ഇരുന്നിരുന്ന കർത്താവിൻ്റെ വരവിലേലും പോകരുതോ? ഇതൊക്കെ വളരെ വളരെ ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യം കൂടെയാണ്. അതുകൊണ്ട് തിരുവചന പ്രകാരം ജീവിതം അളന്ന് കുറിച്ച് പൊക്കണം. മത്തായി 5, 6, 7 അധ്യായങ്ങൾ എന്ത് മിനിസ്ട്രി ചെയ്യുമ്പോഴും ജീവിതത്തിൽ വായിച്ചുകൊണ്ടേയിരിക്കണം. അതിനനുസരിച്ച് ക്രമീകരിക്കണം, അതനുസരിച്ച് പോകണം. അപ്പോൾ നമുക്ക് അനേക ആത്മാക്കളെ നിത്യതയിൽ കൊണ്ടുവരുവാൻ കഴിയും. നമുക്കും നിത്യതയിൽ പോകാനായി കഴിയും. ഞാൻ പ്രസംഗിച്ച രാജ്യത്തിൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര ദുഃഖമാണ്. യോർദാൻ രാജ കുടുംബത്തെ കൊട്ടാരത്തിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സരസൻ എന്ന് പറയുന്ന സഹോദരൻ തന്നെ ഈ നെബോ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ കൊണ്ടൊരു ബെൻസ് കാർ. അപ്പോൾ പലരും ആ പർവ്വതത്തിന് മോള് കണ്ടാണ്, മോൾക്ക് നിന്നാണ് ഒക്കെ മോശം കണ്ട കാര്യം പറയുന്നത്. ഞങ്ങൾ എന്നെ ഈ സഹോദരനെ അടിക്കൊണ്ടുപോയി. കുറേ സമയം ഞാനവിടെ നിന്നു. എന്തൊക്കെയോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ പറയുകയോ ഒക്കെ ഉണ്ട്. എൻ്റെ ശ്രദ്ധ അതൊന്നും ആയിരുന്നില്ല. മോശെ പോലൊരാൾക്ക് താൻ പ്രസംഗിച്ച രാജ്യം, താൻ 40 വർഷം ത്യാഗം സഹിച്ച് നയിച്ചിട്ട് ജനത്തെ കൊണ്ടുവന്നിട്ട്, ദൈവമേ നീ പറയുന്നു മോശെ നീ പോകണ്ട, ഇത് കണ്ടാൽ മതി. ദൈവത്തിൻ്റെ നീതി, ദൈവം തന്റെ പുത്രനെ പോലും ക്രൂശിക്കുവാൻ അനുവദിച്ച ദൈവത്തിന്റെ നീതി, ദൈവം തന്നെ നീതി ആർക്ക് വേണ്ടി മാറ്റിവെക്കുന്നില്ല. അത് ഭൂരിപക്ഷത്തിന് വേണ്ടി മാറ്റിവെക്കുന്നില്ല. ജലപ്രളയം വന്നപ്പോൾ 8 പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. കോടിക്കണക്കിന് ആൾക്കാർ ഒരുപക്ഷെ ഈ ലോകത്തിലുണ്ടായിരിക്കും. ദൈവം തന്റെ നീതി ഭൂരിപക്ഷത്തിന് വേണ്ടി മാറ്റുന്നില്ല. ഞാൻ ഭയപ്പെട്ടുപോയി, ഞാൻ മറച്ചുപോയി. അപ്പം സന്ധ്യ വൈകി ഒരു വെടിവെച്ച് കിട്ടും. ഒരു കാട്ടറബി
ഒരു തോക്ക് ആകാശത്തിൽ വെടിവെച്ചിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരിക. ഇപ്പൊ സരസം കാറിലാണ്, ഞാൻ പുറത്തു നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് പേടി തോന്നിയില്ല. സ്വാഭാവികമായിട്ട് എനിക്ക് പേടി വരേണ്ടതാണ്. പക്ഷെ എൻ്റെ മനസ്സ് മുഴുവൻ ഈ മോശയിൽ ഉടക്കി നിന്ന് ഞാനുമായിട്ട് ഇങ്ങനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ദൈവമേ, എൻ്റെ ജീവിതം ഞാൻ എത്ര ഭയപ്പെടണം, സൂക്ഷിക്കണം. മോശയോട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇതുകൊണ്ട് ഇതെല്ലാം ഞാൻ എനിക്കും ഈ വെടിവെച്ച് ഇതൊന്നും ഒച്ച കണ്ടെങ്കിലും ഈ അറിവ് വരുന്ന കണ്ടെങ്കിലും ഒന്നും എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നില്ല. പിന്നെ ആ സരസന് ആ അറബിയുമായിട്ട് എന്തോ സംസാരിച്ചു, ഞങ്ങളെ പോകാൻ അനുവദിച്ചു. എനിക്ക് അറബി അറിഞ്ഞുകൂടെ ഞങ്ങൾ കയറി വരികയുണ്ടായി. അതുകൊണ്ട് മിനിസ്ട്രി, നമ്മുടെ ജീവിതം, മിനിസ്റ്റേഴ്സിൻ്റെ ജീവിതം വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി ദൈവസന്നിധി പ്രാർത്ഥന. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടോ സ്വന്തം എടുക്കൊണ്ടോ ഒന്നും നമുക്ക് നിൽക്കാനൊക്കെയില്ല. കർത്താവ് നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നു. നോക്കി, റോമാലേഖനം 11-ാം അധ്യായം 17 മുതലുള്ള വാക്യം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടുരുവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്തു. ഒലിവ മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേറെ നിന്നെ അത്രേ ചുമക്കുന്ന ഓർക്കണം. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞുവെന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയാൽ നിന്നെയും ആദരിക്കാതെ വന്നു. 24 സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിൽ വിരോധമായ നല്ല ഒലിവുമരത്തോടുകൂടി ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവികമായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്രയധികം ഒട്ടിക്കും. അതെ, നമുക്ക് ഭയപ്പാടോടുകൂടി ജീവിക്കാനേ സാധ്യം. സ്വാഭാവികമായ ഒലിവ് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞെങ്കിൽ കാട്ടിലുവായിരുന്നു നമ്മളറിയാം. കർത്താവാണ് ഒട്ടിച്ച. കർത്താവ് നിർത്തും. ഞാൻ ഈ ഗെത്സമനത്തോട്ടത്തിൽ പോയി. അവിടെ പോയപ്പോൾ യേശുവിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു വൃക്ഷങ്ങൾ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു വർഷത്തിന് വളരെ ആയുസ്സുണ്ട്. അപ്പം ഈ മിനിസ്ട്രിക്കും കർത്താവ് വലിയ ആയുസ് നൽകും. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ കാലത്ത് ആ പെട്ടകത്തിൽ ഒരു ഒലിവിൻ്റെ ഒരിലയുമായിട്ടാണ് ആ പ്രാവ് പറന്നു വന്നത്, ഇല്ലേ? അങ്ങനെയാണ് നോഹയ്ക്ക് ഇതെല്ലാം മനസ്സിലാക്കുവാനിടയായത്. ഇതുപോലെ ഈ ഒലിവ് ഗാർഡൻ മിനിസ്ട്രി, അതിൻ്റെ ഇലകളെല്ലാം കൊത്തിയെടുത്ത് ഈ ഇന്റർനെറ്റിലൂടെ, സീഡികളിലൂടെ അങ്ങനെ സൗദി അറേബ്യയിൽ, കുവൈറ്റിൽ, ഖത്തറിൽ, മലേഷ്യയിൽ, സിംഗപ്പൂരിൽ, റഷ്യയിൽ, ചൈനയിൽ, ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ 60,000 അല്ല, 60 ലക്ഷമല്ല, ധാരാളം പേർ കേട്ട് യേശു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയാകട്ടെ. പ്രിയപ്പെട്ടവരുടെ അധ്വാനത്തിൽ നിന്ന് അവർ മുടക്കി ചെയ്യുന്ന ഈ മിനിസ്ട്രി ദൈവം നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഈ മിനിസ്ട്രിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദയവായിട്ട് സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, ഈ ഒലിവ് ഗാർഡൻ മിനിസ്ട്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ സംഭവിക്കുമെന്നും അങ്ങ് പ്രവചിച്ചു. ആ പ്രവചനത്തിൻ്റെ നിവൃത്തിക്കായി അവിടുന്ന് അനേകരെ ഉപയോഗിച്ചു. ഞങ്ങളുടെ ഈ സഹോദര കുടുംബത്തെയും അവിടുന്ന് അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഈ ഒലിവ് ഗാർഡൻ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണമേ. ലോകമെമ്പാടും ജനകോടികൾ യേശു കർത്താവിനെ അറിയുവാൻ ദൈവമേ